അയാളുടെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. പക്ഷെ അപ്പോഴെല്ലാം സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇല്ല, അനിൽ എന്നെ ചതിക്കില്ല. അങ്ങനെ തന്നെയായിരുന്നു ഒരു വിശ്വാസം. എന്തോ അപകടം പറ്റിയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്ന് മനസ്സ് പറഞ്ഞു. അയാളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായിരുന്നു താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന്. ഇതിലും ഭേദം മരണമായിരുന്നു എന്ന് തോന്നി. അത്രമേൽ വിശ്വസിച്ച ഒരാളാണ് കയ്യിലുള്ള മുഴുവൻ പണവും കൊണ്ട് ചതിച്ചു പോയത്. കടത്തിണ്ണയിൽ തളർന്നിരിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആളുകൾക്ക് അതും ചിരിക്കാനുള്ള വക നൽകി. ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു ജനനം. അമ്മയും ഏട്ടനും അനിയത്തിയും അടങ്ങുന്ന കുടുംബം. അച്ഛനമ്മയെ ഉപേക്ഷിച്ചു പോയതാണ്. അതുകൊണ്ട് അമ്മയാണ് ജോലിക്കെല്ലാം പോയി ഞങ്ങളെ 3 പേരെയും വളർത്തുന്നത്. ഏട്ടനും ഞാനും സ്കൂളിൽ പോകുന്ന സമയം അനിയത്തി ചെറിയ കുട്ടിയാണ്. അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ അപ്പനെന്ന് അമ്മ പറഞ്ഞു. എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത പ്രായമായതുകൊണ്ട് ഞങ്ങൾ അതും അംഗീകരിച്ചു. പക്ഷെ ഒരു ആൺകുട്ടിയായിട്ട് പോലും എനിക്ക് അയാളിൽ നിന്ന് വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായത്. അയാളിൽ നിന്ന് മാത്രമല്ല, പലരും എന്നോടും വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചിന്തിച്ചു. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, എൻ്റെ ചേഷ്ടകളെല്ലാം ഒരു പെണ്ണിനെ പോലെയാണ്. ആണിൻ്റെ പുറന്തോടുമായി ജനിച്ച ഒരു പെണ്ണ്, അതായിരുന്നു ഞാൻ. 8ാം ക്ലാസ് കഴിഞ്ഞതോടെ അനിയത്തിയുടെ കൺമഷിയും ചാന്തും എല്ലാം എടുത്ത് ഒരുങ്ങാനും അമ്മയുടെ വീട്ടിലിടുന്ന നൈറ്റി എടുത്ത് ധരിക്കാനും എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടു. അന്ന് ആരും കാണാതെയാണ് അതെല്ലാം ചെയ്തിരുന്നത്. അയാളാണ് അതെല്ലാം ആദ്യം കണ്ടുപിടിച്ചത്. എല്ലാവരോടും നീ ഈ കാണിച്ചത് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചു. ഒടുവിൽ സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അതോടെ ഞാൻ രണ്ടും കെട്ടവനായി. നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ അയാളത് പറഞ്ഞു നടന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അമ്മയും അയാളുടെ ഭാഗം നിന്നതോടെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഏട്ടൻ എന്നോട് എന്നോ മിണ്ടാതെയായിരുന്നു. അനിയത്തിക്കും ഞാനൊരു അപമാനമായിരുന്നു. പിന്നെ ഇനി ആർക്കു വേണ്ടി നിൽക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. കുറേ ദിവസം ഭിക്ഷയെടുത്തു. അതിനിടയിൽ എന്നെപ്പോലെ തന്നെ കുറേ പേരെ കണ്ടുമുട്ടി. അവരുടെ കൂടെ കൂടി. പക്ഷെ അവരുടേതും ഒരു നല്ല ജീവിതമൊന്നും ആയിരുന്നില്ല. ആളുകളുടെ ആട്ടും തുപ്പും കേട്ട് രാത്രിയിൽ സുഖത്തിനായി ശരീരം തപ്പി വരുന്നവർക്ക് വഴങ്ങി വല്ലാത്തൊരു ജീവിതം. വേറെ വഴിയില്ലാതെ അവരുടെ കൂടെ നിന്നു. പിന്നീടാണ് നല്ലവരായ ചില സാമൂഹിക പ്രവർത്തകർ കാരണം പഠിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള എല്ലാ അവസരവും വരുന്നത്. ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് പഠിച്ചത്. കേരളത്തിലേക്ക് വരുമ്പോൾ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാമെന്ന് ധൈര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. അത്യാവശ്യ തിരക്കുകളുള്ള ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. ആവശ്യത്തിലധികം പണവും സമ്പാദിച്ചു കിട്ടുന്ന പണം എല്ലാം സൂക്ഷിച്ചു വെച്ചു. ഏറ്റവും വലിയ ആഗ്രഹം ഈ പുരുഷ പുറന്തോടിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നതായിരുന്നു. അതിനായി ഒരു വലിയ സംഖ്യ ചെലവാകുമെന്നറിയാം. ഉറുമ്പ് അരിമണി കൂട്ടിവെക്കും പോലെ ഓരോ രൂപയും ഞാൻ കൂട്ടിവെച്ചു. ഇതിനിടയിൽ വീട്ടിലേക്ക് പോയി. കയ്യിലെ പണം കണ്ടിട്ടാണോ എന്തോ അറിയില്ല, അമ്മ മാത്രം സ്നേഹം കാണിച്ചു. അനിയത്തിയോട് എന്നോട് പെരുമാറിയതുപോലെ പെരുമാറാൻ ചെന്ന അയാളെ അമ്മ ഞാൻ പോന്നതിനു ശേഷം അടിച്ചോടിച്ചത്രേ. അയാളെ വിശ്വസിച്ചാണ് അമ്മ അന്ന് എന്നെ തള്ളി പറഞ്ഞത്. അമ്മ സ്നേഹത്തോടെ പെരുമാറിയെങ്കിലും ഏട്ടൻ്റെയും അനിയത്തിയുടെയും അവസ്ഥ പണ്ടത്തേതുപോലെയായിരുന്നു. ഏട്ടൻ വിവാഹം കഴിച്ച് മാറി താമസിക്കുകയാണ്. അനിയത്തി നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അനിയത്തിക്ക് പഠിക്കാനുള്ള പണം തികയില്ല. അമ്മ ഒരുപാട് കഷ്ടപ്പെടുകയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയൊരു തുക അമ്മയുടെ കയ്യിൽ കൊടുത്തു. മാസാമാസം അവൾക്ക് പഠിക്കാനുള്ള തുക തരാമെന്നും പറഞ്ഞു. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ജന്മം തന്ന അമ്മയോടുള്ള കടപ്പാട് അത്രേ അതിനെ കണ്ടിരുന്നുള്ളൂ. അതിനുശേഷമാണ് അനിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. ഫോൺ നമ്പർ കാർഡിൽ നിന്നെടുത്ത് അതിൽ വിളിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. ആദ്യം ഞങ്ങൾക്കിടയിൽ ഒരു നല്ല സൗഹൃദം രൂപപ്പെട്ടു. പിന്നീട് എന്തും വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന ഒരാളായി അനിൽ മാറി. അയാളോട് എനിക്ക് പ്രണയം തന്നെയായിരുന്നു. എത്രയും പെട്ടെന്നൊരു സ്ത്രീയായി മാറാൻ ഞാൻ ആഗ്രഹിച്ചു. അനിലും എനിക്ക് പ്രോത്സാഹനം തന്നു. പണമെല്ലാം സ്വരുക്കൂട്ടി വെച്ച് ഡോക്ടറിൻ്റെ അരികിൽ പോയി ഞാൻ സർജറിയുടെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. ഒരു ബ്രൈഡൽ മേക്കപ്പിന് പോയതായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നത് അക്കൗണ്ടിലെ കുറച്ച് രൂപ ആരോ വിഡ്രോ ചെയ്തിരിക്കുന്നു. അത് കണ്ടിട്ടല്ല ഞാൻ ഞെട്ടിയത്. അതിൽ കാണിച്ചിരിക്കുന്ന ബാലൻസ് കണ്ടിട്ടാണ്. വെറും 8400 രൂപ. 7 ലക്ഷത്തിന് മുകളിൽ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ എൻ്റെ തന്നെ സൈൻ ഉള്ള ചെക്കായി വന്ന് പലതവണയായാണ് ആ പണം പിൻവലിച്ചിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി ഞാൻ അനിലിനെ വിളിച്ചു.
അപ്പോൾ അയാളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഒടുവിൽ അയാളാണ് എന്നെ ചതിച്ചത് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. അന്ധമായി ഒരാളെ വിശ്വസിച്ചതിനുള്ള പ്രതിഫലം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്നും അപമാനം മാത്രമായിരുന്നു. എങ്കിലും അയാളെ വെറുതെ വിടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഒടുവിൽ അനിലിനെ കണ്ടെത്തി. പണം ചോദിച്ചപ്പോൾ അതിൽ പകുതി തന്ന് അയാൾ ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കേസാക്കരുത് എന്നും പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു. എൻ്റെ മുഴുവൻ പണവും കിട്ടാതെ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. അനിൽ എവിടെ നിന്നൊക്കെയോ ഒരു 5 ലക്ഷം രൂപ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഇനിയുമുണ്ട് 2 ലക്ഷം. എത്രയും പെട്ടെന്ന് തരാമെന്ന് എൻ്റെ കാലു പിടിച്ച് പറഞ്ഞു. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അനിലിൻ്റെ മുഖത്തേക്ക് ഞാനൊന്ന് ആഞ്ഞടിച്ചിരുന്നു. അത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായി പോകും അത് എന്നെനിക്കറിയാമായിരുന്നു. എൻ്റെ പോലെ തന്നെ ആയിരിക്കും അവനും എന്ന് കരുതിയാണ് ഇത്രയും വിശ്വസിച്ചത്. പക്ഷേ എന്നെ വെറും കോമാളി മാത്രമായിട്ടാണ് അയാൾ കണ്ടിരുന്നത്. ഈ പണമായിരുന്നു അയാളുടെ ഉദ്ദേശം. ഒന്നും തിരിച്ചറിയാതെ പോയത് എൻ്റെ തെറ്റ്. ഇപ്പോൾ ജീവിതത്തിൽ വലിയൊരു പാഠം പഠിച്ചിരിക്കുകയാണ്. ആരെയും വിശ്വസിക്കരുത് എന്ന വലിയ പാഠം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.